ഹലോ എവ്രി വൺ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് സെം MCOMൻ്റെ പേപ്പറാണ് അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അതിലെ സെക്കൻഡ് മൊഡ്യൂൾ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ലേൺ വാട്ട് ഈസ് റിസ്ക്. റിസ്ക് സിംപ്ലി മീൻസ് പോസിബിലിറ്റി ഓഫ് ലോസ്. നഷ്ടം വരാനുള്ള ആ സാധ്യതയാണ് റിസ്ക് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ ഫ്ലക്ച്വേറ്റ് ചെയ്യുകയാണ്, നമുക്കതിൻ്റെ റിട്ടേൺസ് കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അവിടെ വൊളാറ്റിലിറ്റി ഉണ്ടെന്ന് പറയും. ഈ വൊളാറ്റിലിറ്റിയാണ് റിസ്കിനെ റൈസ് ചെയ്യുന്നത്. ഇൻ അതർ വേർഡ്സ്, ദ ആക്ച്വൽ റിട്ടേൺ ഫ്രം എ സെക്യൂരിറ്റി മേ വാരി ഫ്രം ദ എക്സ്പെക്റ്റഡ്. നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരു എക്സ്പെക്റ്റഡ് റിട്ടേൺ കിട്ടണമെന്നില്ല നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന്. ഈ വാരിയബിലിറ്റിനെയാണ്, ഈ ചേഞ്ചിനെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. Next we gonna discuss different types of risk. Basically risks are classified into three: systematic, unsystematic and other risk. Systematic risk is again classified into market risk and inflation risk. Unsystematic risks are again classified into business risk and financial risk, and other risks are default risk and liquidity risk. ഇതൊക്കെ ഓരോന്നും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സിസ്റ്റമാറ്റിക് റിസ്ക്. കമ്പനിയുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണം ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടാകുന്ന ആ ഒരു റിഡക്ഷന്, ആ ഒരു ലോസിനെയാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേ ബി എക്കണോമിക്കൽ ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്. ഇങ്ങനെ കമ്പനിയുടെ കൺട്രോളിന് പുറമേയുള്ള അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് കാരണം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂയിൽ ഉണ്ടാകുന്ന റിഡക്ഷനെയാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഇതിനെ ബേസിക്കലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: മാർക്കറ്റ് റിസ്ക് ആൻഡ് ഇൻഫ്ലേഷൻ റിസ്ക്. മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിലുണ്ടാവുന്ന, കമ്പനിയുടെ ഷെയറുടെ മാർക്കറ്റ് പ്രൈസിലുണ്ടാവുന്ന റിസ്ക് അല്ലെങ്കിൽ കറൻസി റേറ്റ് കാരണം ഉണ്ടാവുന്ന ആ ഒരു ലോസ്, ഇതിനെയാണ് മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇക്വിറ്റി റിസ്ക്, മാർക്കറ്റിലെ ഇക്വിറ്റി പ്രൈസിനുണ്ടാവുന്ന ആ ഒരു റിഡക്ഷൻ, ആ ഒരു ലോസിനെയാണ് ഇക്വിറ്റി റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ജനറൽ ഇൻട്രസ്റ്റ് ലെവലിലുണ്ടാവുന്ന, ഇൻട്രസ്റ്റ് റേറ്റിലുണ്ടാവുന്ന ആ ഒരു വേരിയേഷൻ, അത് കാരണം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്കിലാവുമ്പോൾ അതിനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കറൻസി റിസ്ക്. കറൻസി റേറ്റിലുണ്ടാവുന്ന ചേഞ്ചസ്, അത് കാരണം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്കിലാവുകയാണ്, ലോസിലാവുകയാണ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കറൻസി റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഇസ് നമ്പർ 2 ഇസ് ഇൻഫ്ലേഷൻ റിസ്ക്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ജനറലി ഉണ്ടാവുന്ന ആ പ്രൈസ് റൈസ്, അതായത് മണിയുടെ പർച്ചേസിങ് പവർ കുറഞ്ഞു പോകുന്ന അവസ്ഥ. അപ്പോൾ അത് കാരണം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂവിൽ ലോസ് ഉണ്ടായേക്കാം. ഇതിനെയാണ് ഇൻഫ്ലേഷൻ റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഇസ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. ചേഞ്ച് ഇൻ റിട്ടേൺസ് ഡ്യൂ ടു ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഓഫ് ദ കമ്പനി. ഇപ്പോൾ നേരത്തെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണമാണെങ്കിൽ ഇത് കമ്പനിയുടെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് കാരണം ഉണ്ടാകുന്ന റിസ്ക്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ മാനേജീരിയൽ ഇൻഎഫിഷ്യൻസി, അവിടെ ഉണ്ടാകുന്ന ലേബർ ട്രബിൾസ്, അതുപോലെ ടെക്നോളജിക്കൽ ചേഞ്ചസ് കാരണം, അവിടെ വരുത്തിയിട്ടുള്ള ടെക്നോളജിക്കൽ ചേഞ്ചസ് കാരണം പ്രൊഡക്ഷൻ കുറയുക. ഇങ്ങനെ കമ്പനിയുടെ ഇൻറ്റേർണൽ എൻവയൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് കാരണം ഉണ്ടാവുന്ന റിസ്ക്. ഓക്കെ, ദീസ് ആർ കൺട്രോളബിൾ ടു സം എക്സ്റ്റെൻറ്റ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് എഫിഷ്യൻസി കൂട്ടിയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് കാരണം ഉണ്ടാകുന്ന റിസ്ക്കാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. ഇതിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: ബിസിനസ് റിസ്ക് ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക്. ഈ ഇൻറ്റേർണൽ എൻവയൺമെൻറ്റിൽ നമ്മൾ പറഞ്ഞ പോലത്തെയുള്ള ഫാക്ടേഴ്സ് കാരണം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറയുകയാണെങ്കിൽ അതിനെയാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫിനാൻഷ്യൽ റിസ്ക് ആണ്. നമുക്കറിയാം ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇക്വിറ്റി പോർഷനും ഉണ്ടാവും, കുറച്ച് ഡെറ്റ് പോർഷനും ഉണ്ടാവും. ഡെറ്റ് എന്ന് പറയുമ്പോൾ ലോണായിട്ടും ഡിവെഞ്ചറായിട്ടും ബോണ്ടായിട്ടും ഒക്കെ കമ്പനി കളക്ട് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ. ഈ ഡെറ്റ് ക്യാപിറ്റൽ കാരണം ഇക്വിറ്റി ഹോൾഡേഴ്സിനുണ്ടാവുന്ന റിസ്ക്, ഡെറ്റ് ക്യാപിറ്റലിൻ്റെ പ്രസൻസ് കാരണം ഇക്വിറ്റി ഹോൾഡേഴ്സിനുണ്ടാവുന്ന റിസ്കിനെയാണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം ഡെറ്റ്
ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളത് കൊടുത്തതിന് ശേഷമാണ് ഇക്വിറ്റിക്ക് കിട്ടുക. അപ്പോൾ അവരുടെ പോർഷൻ കൂടുന്തോറും ഇക്വിറ്റി ഹോൾഡേഴ്സ് റിസ്ക്കിലായിരിക്കും. അപ്പോൾ അത് കാരണം ഇവർക്കുണ്ടാകുന്ന റിസ്കിനെയാണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് അതർ റിസ്ക്സ്. ഇതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഡിഫോൾട്ട് റിസ്ക് ആൻഡ് ലിക്വിഡിറ്റി റിസ്ക്. ഡിഫോൾട്ട് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എമൗണ്ട് ഒരാൾക്ക് ലെൻഡ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് തിരിച്ച് കിട്ടുന്നില്ല അല്ലെങ്കിൽ കിട്ടുമോ എന്നുള്ള ആ ഒരു റിസ്ക്, ആ ഒരു പോസിബിലിറ്റി ഓഫ് ലോസ്. അതായത് നമ്മൾ ബാഡ് ഡെറ്റ്സ് എന്ന് പറയുന്ന ആ സംഭവം തന്നെ, നമുക്ക് തരാനുള്ള ആൾ ഡിഫോൾട്ട് വരുത്തുക, വീഴ്ച വരുത്തുക. നെക്സ്റ്റ് ഇസ് ലിക്വിഡിറ്റി റിസ്ക്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അസറ്റിന് എത്രയും പെട്ടെന്ന് ക്യാഷായി മാറാനുള്ള എബിലിറ്റി, അതിൻ്റെ ആ ഒരു ഈസിനെസ്, അതിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുക. അപ്പോൾ അങ്ങനെ മാറാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ലിക്വിഡിറ്റി റിസ്ക് ഉണ്ട് എന്ന് പറയും. പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആക്കാൻ പറ്റുന്നില്ല, നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിൽ ഇറ്റ് ഈസ് ഇല്ലിക്വിഡ്. So these are the different types of risk. Next we move on to risk analysis. ഏതൊരു ഫിനാൻഷ്യൽ ഡിസിഷനിലും റിസ്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഇൻഹെറൻ്റ് ആയിരിക്കും. അതായത് റിസ്കിനെ നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ബി മിനിമൈസ്ഡ് ഓർ റെഡ്യൂസ്ഡ്, അതേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മുന്നിലുള്ള ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സിലെ റിസ്ക് മനസ്സിലാക്കുക, അതിൻ്റെ റിട്ടേൺസ് മനസ്സിലാക്കുക, അതൊക്കെ തമ്മിൽ കമ്പയർ ചെയ്യുക, എന്നിട്ട് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽ സെലക്ട് ചെയ്യുക. ഈ ഒരു പ്രോസസ്സിനെയാണ് റിസ്ക് അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പയറിംഗ് ദ റിസ്ക് ആൻഡ് റിട്ടേൺസ് ടു സെലക്ട് ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽ. ഓക്കെ, ഇതിൽ ഒബ്ജക്റ്റീവ്, റിസ്ക് അനാലിസിസിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബെസ്റ്റായിട്ടുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽ സെലക്ട് ചെയ്യുക. ബെസ്റ്റായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽ എന്ന് പറയുന്നത് ബെസ്റ്റ് റിട്ടേൺസ് തരുന്നതും അതേപോലെ റിസ്ക് ഏറ്റവും കുറവായിട്ടുള്ളതുമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസലാണ്. അപ്പോൾ അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് റിസ്ക് അനാലിസിസ്. നെക്സ്റ്റ് വി ഗോണ ഡിസ്കസ് ഈ റിസ്ക് അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടെക്നിക്സ് ഓർ ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദീസ് ടെക്നിക്സ് ആർ ബേസിക്കലി ക്ലാസിഫൈഡ് ഇൻ ടു 2: general or traditional techniques and modern or statistical or quantitative techniques. ഓക്കെ, ഇതിൽ ജനറലിൽ വരുന്ന അത് രണ്ടെണ്ണമാണ്. ഫസ്റ്റ് വൺ റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ്, നെക്സ്റ്റ് വൺ സെർട്ടൈനിറ്റി ഇക്വലൻറ്റ് കോഎഫിഷ്യൻറ്റ് മെത്തേഡ്. നെക്സ്റ്റ് മോഡേണിൽ വരുന്നത് 6 ടൂൾസാണ്: സെൻസിറ്റിവിറ്റി അനാലിസിസ്, പ്രോഫിറ്റബിലിറ്റി അനാലിസിസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കോഎഫിഷ്യൻറ്റ് ഓഫ് വേരിയേഷൻ, സിമുലേഷൻ ടെക്നിക്, ഡിസിഷൻ ട്രീ അനാലിസിസ്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നും, പക്ഷേ സത്യത്തിൽ വളരെ ഈസിയാണ് ഈ മെത്തേഡ്സൊക്കെ. ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഓരോ മെത്തേഡ്സും തമ്മിലുള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.